നേതൃത്വത്തിന് ടീച്ചറിന്റെ കാര്യത്തിൽ ഒരു പിഴവ് സംഭവിച്ചോ? ഇല്ല, ഞാൻ ഇന്നലെ ഇതിന് മറുപടി പറഞ്ഞതാണ്. അതായത് ഞങ്ങളിൽ എല്ലാവരും പലയിടത്തും മത്സരിക്കും. ജയിക്കുന്ന സീറ്റിലും മത്സരിക്കും, തോക്കുന്ന സീറ്റിലും മത്സരിക്കും. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CPM-ൻ്റെ കമ്മിറ്റിയിൽ ഒരു ചർച്ച വന്ന് ഇന്നയാൾ ഇന്നടത്ത് മത്സരിക്കണമെന്ന് തീരുമാനിച്ച എനിക്ക് ആ സീറ്റ് വേണ്ട, എനിക്കിത് മതി എന്നൊന്നും പറയാൻ മറ്റൊരു പാർട്ടിയെപ്പോലെ ഞങ്ങളാരും പറയാറില്ല അങ്ങനെ. പറഞ്ഞാലെന്താ കുഴപ്പം ചെയ്യും? കുഴപ്പമൊന്നുമില്ല, പക്ഷെ പറയാറില്ല. മൊത്തത്തിൽ എല്ലാവരും കൂട്ടായി എടുക്കുന്ന തീരുമാനം എന്താണോ അത് ചെയ്യും. ചിലപ്പോൾ നല്ല ജയിക്കുന്ന സീറ്റിലായിരിക്കും, ചിലപ്പോൾ തോൽക്കുന്ന പക്ഷേ സീറ്റിലായിരിക്കും. ടീച്ചർക്ക് ആദ്യഘട്ടത്തിൽ ഒരു അതൃപ്തി ഉണ്ടായിരുന്നതല്ലേ? ഈ സക്കീർ ഞാൻ ഹുസൈൻ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞോ അതിർത്തി? പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു ആര് പറഞ്ഞു? അത് പാർട്ടി എന്നോടല്ലേ ഈ ചോദിക്കേണ്ടത്? പാർട്ടി പ്രവർത്തക അച്ചടക്കം എന്ന നിലയ്ക്കാണോ ഇതൊന്നും പറയാതിരിക്കുന്നത്? അതല്ല, ഞാൻ ഒരു എത്രയോ കാലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ടീച്ചർ നിങ്ങൾ ആരെങ്കിലും വിളിച്ച് ചോദിച്ചോ ടീച്ചർക്ക് അതൃപ്തി ഉണ്ടോ എന്ന്? പറയിട്ടല്ലോ. അതുകൊണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട്, അതെ അതെ, ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് എന്നോട് ചോദിച്ചാൽ എനിക്ക് അതൃപ്തിയില്ല. ടീച്ചറിനെ ചാവേറാക്കിയതല്ല എന്ന് ടീച്ചർ തന്നെ പറയും. ഇതിന് ചാവേറിൻ്റെ അല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. സഖാക്കൾ പറയുന്നുണ്ട്. സഖാക്കൾ ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ അതിലൊന്നും അങ്ങനെ പല ചർച്ചകളും വരും, അതിലൊന്നും കാര്യമില്ലെന്ന്. പക്ഷേ നമ്മൾ അതിനേക്കാൾ കാണേണ്ടത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് ചോർന്നു പോകാതെ എങ്ങനെ നിലനിർത്തണം എന്നുള്ളത്. അത് CPIM-ൻ്റെ മാത്രം ആവശ്യകതയല്ല. ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി മാറണമെന്നുള്ള ആവശ്യം ശക്തമാവുന്നുണ്ട്. ആരാ പറഞ്ഞത്? അതല്ല, ഞങ്ങൾ തീരുമാനിച്ചതല്ലേ. അതല്ല കമ്മിറ്റി യോഗങ്ങളിൽ അദ്ദേഹം ഒരു ഈ കമ്മിറ്റിയിലൊക്കെ ഇരിക്കുമ്പം കാരണമായിരുന്നു. കമ്മിറ്റിയിലൊന്നും മീഡിയാസിന് പ്രവേശനം ഇല്ലല്ലോ. കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്നത് ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പം ചിലത് ശരിയായിട്ട് വരും, ചിലത് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വാർത്തകൾ വരും. അതായത് നയിച്ചു തോറ്റ ഒരാൾ സമാനമായിട്ടുള്ള ഒരു പദവിയിലേക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ ആ ശീലമില്ല. ഞങ്ങൾ ഈ പാർലമെൻ്ററി പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന വർഗ്ഗസമരമാണല്ലോ ഞങ്ങൾ പറയുന്നത്. സാധാരണക്കാർക്ക് വേണ്ടി സമരം ചെയ്യും. ഇന്ത്യയിൽ ഇപ്പോഴും മുതലാളിത്ത ഭരണം, അതിനെതിരായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ഒരിടത്ത് അധികാരത്തിൽ വന്നുകൊണ്ട് അവിടെ മാത്രം സോഷ്യലിസം പൂർണ്ണമായിട്ട് കൊണ്ടുവരാനൊന്നും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പറ്റില്ല. പക്ഷേ ഞങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ സോഷ്യലിസ്റ്റ് ചായ്വുള്ള ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കും. കുറേ വിജയിക്കും, കുറേ നാട്ടുകാർക്ക് ആശ്വാസം കിട്ടും. എന്നാൽ പൂർണ്ണമായിട്ടും എല്ലാം പരിഹരിച്ചോ എന്ന് ചോദിച്ചാൽ പരിഹരിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറയട്ടെ, ചോദിച്ചാൽ അല്ല, ഞങ്ങൾ തീരുമാനിച്ചു. അതായത് ഇന്ന് അസംബ്ലിയിൽ വിജയിച്ചു വന്നിട്ടുള്ളവരിൽ PB മെമ്പറാണ് സഖാവ് പിണറായി. അപ്പോൾ PB മെമ്പറേയും വെച്ചിട്ട് വേറൊരാളെ ആക്കുന്നതിനൊരു സാങ്കത്യമില്ലായ്മയുണ്ട്. അദ്ദേഹം കൂടെ വോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം ജയിച്ചതെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ തോറ്റുപോയി. അല്ല, ആരെ വോട്ട് ചെയ്തു എന്നുള്ള ഇത് എണ്ണിയോ പുറത്ത്? PB-ക്കകത്ത് നടന്ന ഒരു ചർച്ചയല്ലേ നിങ്ങൾ പറയുന്നത്? എനിക്ക് അത്ഭുതം തോന്നി. സാധാരണ PB-യിൽ നടക്കുന്ന ഒരു ചർച്ചയൊന്നും ഇങ്ങനെ ഇന്നയാൾ ഇന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും, കുറേ നിങ്ങൾ പറഞ്ഞതിൻ്റെ അകത്തൊരു കാൽഭാഗം ശരിയുണ്ടാവും, ബാക്കി ശരിയായിരിക്കില്ല. ഓരോരുത്തർക്കും പറയാനുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ CPM-ൻ്റെ പാർട്ടിക്കകത്ത് എടുക്കുന്ന ഒരു തീരുമാനിച്ചു കഴിഞ്ഞാൽ അന്തിമമാണ്. ഒരു പക്ഷേ ആരെങ്കിലും എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ കൂട്ടായിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എതിരഭിപ്രായം പറഞ്ഞവർ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് പുറത്ത് പറയാറില്ല. ഞങ്ങൾ കൂട്ടായിട്ട് തീരുമാനം എടുത്താൽ എതിരഭിപ്രായം പറഞ്ഞവരും എടുത്ത തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രവർത്തിക്കുന്നവരാണ്. ടീച്ചറെ, പേരാവൂരിൽ മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർക്ക് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ലേ? ഞങ്ങൾ ഒരുപാട് ചർച്ച നടത്തും. ഏത് സീറ്റിൽ എങ്ങനെയാണ്, അതിൻ്റെ വിജയസാധ്യത എന്താണ്. ആ ചർച്ച എന്നോട് മത്സരിക്കാൻ പറഞ്ഞാൽ ഞാനായിട്ട് നടത്തുന്ന ഒന്നല്ല. എല്ലാവരും കൂടി അതിൻ്റെ സാധ്യതകൾ അവലോകനം ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല പ്രയാസമുള്ള സീറ്റാണ് പേരാവൂർ എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം 15 വർഷമായിട്ട് UDF-ൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്നു എന്ന് മാത്രമല്ല, UDF-ന് ശക്തമായ അടിത്തറയുള്ളൊരിടാണ്. അപ്പോൾ ആ പ്രയാസം പറഞ്ഞിരുന്നു. എന്നാൽ ആ പ്രയാസത്തിൻ്റെ ഇടയിൽ തന്നെ നല്ലൊരു മത്സരം കാഴ്ചവെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് എല്ലാവരും ആലോചിച്ചത്. പ്രയാസം യോഗത്തിൽ തന്നെ ടീച്ചർ പറഞ്ഞിരുന്നു. ഞാനല്ല, എല്ലാ സഹാക്കളും പറഞ്ഞിരുന്നു. എനിക്കായിട്ട് ഞാനിവിടെ ഒരിടത്ത് ഞാൻ പേരാവൂരിനെ കുറിച്ച് മാത്രമല്ല ബാക്കി എല്ലാ സീറ്റിനെ കുറിച്ച് അഭിപ്രായം പറയും. അതാ ഞാൻ പറഞ്ഞു, ഒരു വ്യക്തി ഒരിടത്ത് മത്സരിക്കുന്നു എന്ന് വെച്ചിട്ട് ആ വ്യക്തി പറയുന്ന അഭിപ്രായം മാത്രമല്ല, എല്ലാവരും എല്ലാ സീറ്റിനെ കുറിച്ചും ചർച്ച ചെയ്തിട്ടാണ് അവസാന തീരുമാനത്തിൽ. വേറൊരു കാര്യം കൂടി ഇപ്പൊ നായനാർ സ്മൃതിദിനത്തില് പറയുകയുണ്ടായി നായനാരുടെ ഒരു ശൈലിയെ പറ്റിയിട്ട്. ആ ശൈലി വളരെയധികം ജനങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു. അത്തരം ഒരു ശൈലി ഇല്ലാത്തത് ഇടതുപക്ഷത്തില് സർക്കാരിന്റെ കാര്യത്തില് വീഴ്ചയായിട്ടോ അല്ലെങ്കിൽ ഒരു കുറവായിട്ടോ കാണുന്നുണ്ട്. അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ നായനാരുടെ ഗവൺമെന്റിനെ ഒരു ഘട്ടത്തിൽ മുഴുവൻ തുടരാൻ പറ്റിയില്ലല്ലോ. 80-ൽ അധികാരത്തിൽ വന്നിട്ട് 5 കൊല്ലം തുടരാൻ പറ്റിയോ? ഇല്ലല്ലോ. നായനാർ നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി എന്നാൽ നിങ്ങൾ തുടർന്നോളൂ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയല്ല. അതെല്ലാം ഈ രാഷ്ട്രീയ രംഗത്ത് വരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് തുടർച്ചയും
തുടർച്ചയില്ലായ്മയൊക്കെ വരുന്നത്. ഈ ആശമാർക്ക് പ്രഖ്യാപിച്ച 3000 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? അതായത് ഇന്നലെ ബാലഗോപാൽ പറയുന്നത് കേട്ടു, അദ്ദേഹത്തിന് ഈ ഖജനാവിനെ കുറിച്ച് അറിയാം, മലയിലിയെ പ്രസവിച്ച പോലെയാണ്. അത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാവുമോ ഈ 3000 രൂപയുടെ കൂട്ടി കൊടുക്കാൻ? അത് ഒരു അതായത് ഒരു പിന്നെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞാൽ അത് മുഴുവൻ നടപ്പിലാക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. പക്ഷെ തുടക്കത്തിൽ ആദ്യത്തെ ദിവസം തന്നെ ഒരു ഗവൺമെൻറ്റിനെ അസസ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ തുടക്കത്തിൽ തന്നെ 3000 രൂപ ആശമാർക്ക് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞതിനെ പ്രാഥമികമായിട്ട് ഇപ്പോൾ സ്വീകരിക്കുക, നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഇംപ്ലിമെന്റേഷൻ സൈഡ് അതിനിപ്പോൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നോക്കാം നമുക്ക്, അത് അവർക്കല്ലേ അറിയുക. ഈ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച ഉണ്ടായി എന്നുള്ള ആ വിമർശനം അംഗീകരിക്കുന്നുണ്ടോ ടീച്ചറെ? ഞങ്ങളെല്ലാം തീർന്നെടുത്തൊരു തീരുമാനം, ഇനി ഞാനിവിടെ വന്നിട്ട് പാളിച്ചുണ്ടായി എന്ന് പറയുന്ന അങ്ങനെ പറയൂ ആരെങ്കിലും? ഞങ്ങളെല്ലാം കൂടിയല്ലേ എടുത്ത് തീരുമാനം എടുത്തത്. ശരി അല്ല, ഏത് ഉൾക്കൊള്ളേണ്ടതാണോ? അല്ല, ഞങ്ങൾ അതെല്ലാം പാർട്ടിക്കകത്ത് എന്താണ് യഥാർത്ഥത്തിൽ പരാജയത്തിന് കാരണം എന്നുള്ളത് നന്നായിട്ട് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു സ്ഥാനാർത്ഥിത്വം മാത്രമല്ല, ഒരുപാട് ഘടകങ്ങൾ പലയിടത്തും, തളിപ്പറമ്പിൻ്റെ മാത്രമല്ല പലയിടത്തും പരിശോധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഇത്രയും വലിയ തോൽവി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത്തരം എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം. ഒരു തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം മാത്രമാണ്, അവിടുത്തെ പരാജയം മാത്രമാണ് എന്നുള്ള അർത്ഥത്തിലല്ല കാണുന്നത്. LDFന് സംസ്ഥാനത്തുടനീളം ഉണ്ടായിട്ടുള്ള ഒരു പിന്നോട്ടടിയുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി വരുന്നത് തന്നെയാണ് നല്ലതെന്ന്. പക്ഷെ ആ പ്രതികരണത്തിൽ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലേക്കുള്ള കമന്റ് എന്ന് പറയുന്നത് പാർട്ടി തിരുത്താൻ തയ്യാറല്ല എന്നുള്ളതാണ്. അല്ല, പാർട്ടി ഇപ്പം ചർച്ച ചെയ്യുന്നത് സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റും തിരുത്തല. ഈ ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ കൂട്ടത്തിൽ ആരാണ് പ്രതിപക്ഷ നേതാവാവേണ്ടത് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഏറ്റവും സമുന്നതനായ PB മെമ്പറായിട്ടുള്ള സഖാവ് പിണറായി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ നിർത്തിയിട്ട് മറ്റൊരാളെ പ്രതിപക്ഷ നേതാവാക്കുക എന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ എങ്ങനെയാ കഴിയുക? അതെനിക്ക് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ആശാ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണല്ലോ. ആശാ സമരത്തിൽ കഴിഞ്ഞ സർക്കാരിന് എവിടെയൊക്കെയോ ചില പിശകുകൾ പറ്റി എന്ന് തോന്നുന്നുണ്ട്. ഒരു ആത്മവിമർശനം ഉണ്ടോ? ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്, ഈ ആശ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്കീം ഇതാണ്, അറിയാലോ. അത് ശമ്പളമോ ഓണററിയോ ഒന്നുമല്ല. നിങ്ങൾ പോയിട്ട് സൗജന്യമായിട്ട് നാട്ടിൻപുറത്ത്, അപ്പോൾ ആസ്പത്രി ഇല്ലാത്ത, നേഴ്സില്ലാത്ത ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഒരു സ്ത്രീയെ പ്രസവിക്കാൻ കൂട്ടിക്കൊണ്ടാവാനോ പിന്നെ ഇമ്മ്യൂണൈസേഷൻ എടുക്കാനോ ഒക്കെയാണ് ഒരു ആശ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ എടുത്തത്. അതെന്താ, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റാണ്. അത് അവർ സ്വമേധയാ സന്നദ്ധരായി സന്നദ്ധ സേവനം ചെയ്യണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത്. എന്നിട്ട് ഒരു ഗർഭിണി ആസ്പത്രി കൂട്ടിക്കൊണ്ടുപോയാൽ അതിന് 50-100 ഉറുപ്പിക കൊടുക്കും, കൊണ്ടുപോയിട്ടില്ല കൊടുക്കില്ല. അതാണ് ആശ. പക്ഷേ ആശ കേരളത്തിൽ ആദ്യം നമുക്ക് വേണ്ടാന്നുള്ളൊരു ചർച്ചയായിരുന്നു നടന്നിരുന്നത്. ഇവിടെ നേഴ്സുമാരൊക്കെ ഉണ്ട്, JPH ഒക്കെ ഉണ്ട് താഴെ. പക്ഷേ ശ്രീമതി ടീച്ചറിൻ്റെ കാലത്ത് ആശമാരെ റിക്രൂട്ട് ചെയ്തു. ഞാൻ 2016 വരുമ്പം 1000 രൂപയാണ് ആശക്ക്, 500 രൂപ ഓണറേറിയം പിന്നെ ഇൻസെൻറ്റീവും എല്ലാം ചേർന്നിട്ട്. പക്ഷേ അവർ നല്ല വർക്ക് ചെയ്തു. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് നമ്മൾ അവരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയല്ലോ. അപ്പോഴാണ് ഈ ആശക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം കൊടുക്കണം. അവരുടെ യൂണിയൻ സമരം ചെയ്തു, എൻ്റെ അടുത്ത് വന്നു. ഞാനന്ന് ആരോഗ്യമന്ത്രിയാണ്. അന്നാണ് ഈ 1000 രൂപയിൽ നിന്ന് 7000 രൂപ ഓണറേറിയവും 3000 ഇൻസെൻറ്റീവ്, ഒരു പ്രത്യേക വർക്ക് നടത്തിയിട്ടാണ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീം അനുസരിച്ച് ആ ഇൻസെൻറ്റീവ് കിട്ടില്ല. അങ്ങനെയാണ് 10000 രൂപ, 7000-ഉം 3000-ഉം കൊടുത്തു. അങ്ങനെ 10000 രൂപ മുതൽ 14000 രൂപ വരെ ഒരാഴ്ചക്ക് ഇൻസെൻറ്റീവിനനുസരിച്ച് മാറും. കിട്ടുന്ന അവസ്ഥ ഉണ്ടാക്കിയത് LDF അല്ലേ? പിന്നെ 21,000 ആക്കണം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള വലിയ പ്രതിസന്ധിയൊക്കെ വന്നപ്പോൾ അത് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ച് ആശയോട് ഞങ്ങൾ എന്തെങ്കിലും ദുർമുഖം കാണിച്ചോ? അപ്പോൾ ഏറ്റവും കൂടുതൽ ആശയ്ക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാക്കി കൊടുത്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ്, അന്ന് തോമസ് ഐസക് ധനകാര്യമന്ത്രിയാണ് ഈ കാര്യം ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് ഇത്രയും എത്തിച്ചത്. എന്നിട്ട് പിന്നെയും നമ്മൾ 1000 രൂപ കൂട്ടിക്കൊടുത്തു. അപ്പോൾ അങ്ങനെ കുറേശ്ശെ കൂട്ടിക്കൊടുക്കുക അല്ലാതെ ഒറ്റയടിക്ക് 21,000 ആക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആശയോട് വെറുപ്പുണ്ടായിട്ടല്ല. കഴിഞ്ഞ തവണ ഈ അവരെ അധിക്ഷേപിക്കുന്ന അടക്കമുള്ള നീക്കങ്ങളുണ്ടായി. അല്ല, അതൊക്കെ പ്രശ്നമായോ എന്നുള്ളൊരു ചോദ്യം. ഞങ്ങൾ ആരും അധിക്ഷേപിച്ചിട്ടില്ല. എങ്ങനെ ആശയെ അധിക്ഷേപിക്കുക? അത്രയധികം വർക്ക് താഴെ ചെയ്യുന്ന ആളുകളല്ലേ അവരെ അധിക്ഷേപിക്കാനൊന്നും പറ്റില്ല. അയ്യോ, സ്ത്രീകളെ വോട്ട് കിട്ടാണ്ട് എനിക്ക് 2021 കിട്ടിയതിനേക്കാളും വോട്ട് വേറെ അവർ കിട്ടിയിട്ടുണ്ട്. അത് മുഴുവൻ പുരുഷന്മാരെ വോട്ടാ. സ്ത്രീകളൊക്കെ ധാരാളം വോട്ട് ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.